മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ, ഭാഗ്യനിറം, ഭാഗ്യരത്നം, ഉപാസനാമൂർത്തി എന്നിങ്ങനെ മകീരം നക്ഷത്രക്കാർ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മകീരം നക്ഷത്രം പാർവതി ദേവിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കുന്നു. മകീരം മൃദു നക്ഷത്രങ്ങളിൽ പെടുന്നവയാണ്. മൃദു നക്ഷത്രങ്ങളിൽ ജനിച്ചതിനാൽ ദയാലുവും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആഭരണങ്ങളിലും താല്പര്യമുള്ള വ്യക്തിയുമായിരിക്കും. മകീരം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെരുന്ന മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠമാണ്. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾക്കും ധനനഷ്ടത്തിനും കാരണം ഇവർ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നതാണ്. ഇവർ ആരെയെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കും. ഇവർ ശുദ്ധ മനസ്ഥിതിയുള്ളവരാകയാൽ ആളുകളെ ഉള്ളു തുറന്നു വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളും ചതിവുകളും പറ്റും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകുന്ന മനസ്ഥിതിയുള്ളവരാണ് ഇവർ. മകീരം നക്ഷത്രക്കാർ നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരോടൊത്തിരിക്കാനായും അവരോട് സംസർഗം പുലർത്താനായും താല്പര്യം തോന്നും. ഈ നക്ഷത്രക്കാരിൽ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ആകർഷണീയത ഉണ്ടാകും. ഇവരുടെ മനസ്സ് എല്ലായ്പ്പോഴും ആശങ്കകൾ നിറഞ്ഞതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു സംശയത്തോടു കൂടി മാത്രമേ ഇവർ നോക്കിക്കാണുകയുള്ളൂ. ഇവർ എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തും. ഇവരുടെ ഒരു പ്രധാന പോരായ്മ തീരുമാനങ്ങൾ എടുക്കാൻ അല്പസമയമെടുക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരും. ഇവർക്ക് കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ചൊവ്വയുടേതായ സവിശേഷതകൾ ഉള്ളതിനാൽ പങ്കാളിയുമായി ആശയപരമായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ പലപ്പോഴും ഉണ്ടാകും. മകീരം നക്ഷത്രക്കാർ ബാല്യകാലത്തിൽ അരിഷ്ടതകൾ അനുഭവിക്കുന്നവർ ആയിരിക്കും. ജീവിതത്തിൽ മധ്യകാലഘട്ടത്തിന് ശേഷം ഉയർച്ചയുണ്ടാകും. ഇവരുടെ ഒരു പ്രധാന പ്രത്യേകത സംഭാഷണത്തിലുള്ള കഴിവാണ്. ഇവരുടെ ഉദ്ദേശങ്ങളെ ഇവർക്ക് സംഭാഷണം കൊണ്ട് മറച്ചു പിടിക്കാനായി സാധിക്കും. ഇവരുടെ മറ്റു പ്രത്യേകതയാണ് ചെറിയ തുക ചിലവഴിച്ച് പടിപടിയായി ഉയർന്ന് വലിയ നിലയിലെത്താനുള്ള ശേഷി. ഇവർ മിക്കപ്പോഴും വലിയ പണം മുടക്കി റിസ്ക് എടുത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ മടി കാണിക്കും. ഇവർ ഭാഗ്യത്തിനേക്കാൾ അപ്പുറം സ്വന്തം പരിശ്രമം കൊണ്ട് ധനം ആർജിക്കുകയും ജീവിത പുരോഗതി നേടുകയും ചെയ്യും. എത്ര സാധിക്കാത്ത കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിനായി ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ് വരും വരായികളെ പറ്റി ചിന്തിക്കാതെ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാതെ ഇവർ സംസാരിച്ചു കളയും എന്നുള്ളത് ഇവരുടെ ഒരു വലിയ ന്യൂനതയായി കണക്കാക്കപ്പെടുന്നു. ഇവർക്ക് മാതൃഭക്തി കൂടുതലായിരിക്കും. ഇവർക്ക് ഈശ്വര വിശ്വാസവും ഉണ്ടായിരിക്കും. ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകും. എന്നാൽ തങ്ങൾ ഈശ്വര വിശ്വാസിയാണെന്ന് ഇവർ പുറമെ പ്രകടിപ്പിക്കുകയുമില്ല. മകീരം ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ ഇവർ എന്ത് കാര്യം ചെയ്യുന്നതിനും അത്യധികം ഉത്സാഹം പ്രദർശിപ്പിക്കാറുണ്ട്. കൂടാതെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സത്യസന്ധന്മാരായിരിക്കും. ഇവർക്ക് മനസ്സിൽ ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം പെട്ടെന്ന് മാറി മാറി വരും. ഇവർ ചൊവ്വയുടെ നക്ഷത്രക്കാരായതിനാൽ ഇവർക്ക് മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കാനുള്ള ശേഷി അധികരിച്ചിരിക്കും. കുട്ടികളിലാണെങ്കിൽ കുറുമ്പ് കൂടുതലായിരിക്കും. ചെറുപ്രായത്തിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മകീരം നക്ഷത്രക്കാരായ മക്കളെ മാതാപിതാക്കൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മകീരം 1-2 പാദക്കാർക്ക് മൂക്കിൽ ദശ, മലബന്ധം, മൂത്രതടസ്സം, ലൈംഗിക രോഗങ്ങൾ, മുഖക്കുരു, തൊണ്ടയിലും കഴുത്തിലും നീരുണ്ടാകുക മുതലായ രോഗങ്ങൾ മറ്റുള്ളവരെക്കാൾ അധികമായി കാണുന്നു. മകീരം 3-4 പാദക്കാർക്ക് നട്ടെല്ലിൽ നിന്നും ഇടത്തെ കാലിലൂടെ താഴേക്കിറങ്ങുന്ന സയാറ്റിക്ക എന്ന രോഗവും രക്തദോഷവും അതിനോട് ബന്ധപ്പെട്ട ചൊറിച്ചിലും
തോൾ വേദന, കൈക്കും കാലിനും ഒടിവ് സംഭവിക്കുക, ഹൃദയത്തിന് വീക്കം എന്നീ അസുഖങ്ങളും മറ്റു നക്ഷത്രക്കാരേക്കാൾ കൂടുതലായി കാണാറുണ്ട്. മകീരം നക്ഷത്രക്കാർ അശ്വാരൂഢ യന്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. അശ്വാരൂഢ യന്ത്രം ഫലിച്ചാൽ അജയനാകുമെന്നും എന്നാൽ അശ്വാരൂഢ യന്ത്രം പിഴച്ചാൽ കുത്തുകൊണ്ട് മരിക്കുമെന്നുമാണ് പ്രമാണം. അതിനാൽ ഏലസുകൾ ധരിക്കുമ്പോൾ ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ടോ അതല്ലെങ്കിൽ ഉപാസകനെ കൊണ്ടോ മാത്രം ഏലസ് എഴുതി കെട്ടിക്കുക. മകീരം നക്ഷത്രം ഇടവത്തിലും മിഥുനത്തിലുമായി വരുന്നുണ്ട്. അതിനാൽ തന്നെ മകീരം 1-2 പാദത്തിൽ ജനിച്ചവരുടെ കൂറ് അല്ലെങ്കിൽ രാശി ഇടവമാണ്. മകീരം 3-4 പാദത്തിൽ ജനിച്ചവരുടെ കൂറ് അല്ലെങ്കിൽ രാശി മിഥുനമാണ്. മകീരം നക്ഷത്രത്തിന്റെ 1-2 പാദത്തിൽ ജനിച്ചവർക്ക് രാശ്യാധിപനായി വരുന്നത് ശുക്രനും, മകീരം നക്ഷത്രത്തിന്റെ 3-4 പാദത്തിൽ ജനിച്ചവർക്ക് രാശ്യാധിപനായി വരുന്നത് ബുധനുമാണ്. മകീരം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായി വരുന്നത് ചൊവ്വയാണ്. ജ്യോതിഷത്തിൽ ചൊവ്വയെ ഭദ്രകാളിയായും സുബ്രഹ്മണ്യനായും സങ്കല്പിക്കുന്നു. കൂടാതെ ശുക്രനെ ലക്ഷ്മി ദേവിയായും ബുധനെ കൃഷ്ണനായും കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ മകീരം 1-2 പാദക്കാർക്ക് ശുക്രന്റേതായ സൗന്ദര്യവും ചൊവ്വയുടേതായ ധീരതയും സാഹസികതയും കാണാവുന്നതാണ്. മകീരം 3-4 പാദക്കാരിൽ ബുധന്റേതായ ബുദ്ധിവൈഭവവും കാണാവുന്നതാണ്. ഇവരുടെ ഭാഗ്യനിറം ചുവപ്പ്. ഭാഗ്യനിറവും ഇഷ്ടപ്പെടുന്ന നിറവും തമ്മിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാകും. മകീരം നക്ഷത്രത്തിന്റെ ഭാഗ്യസംഖ്യ 9. ഇവരുടെ ഉപാസനാമൂർത്തി മഹാലക്ഷ്മി. പ്രസ്തുത ദേവതയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഏറെ ഐശ്വര്യം നൽകും. ഇവർ ധരിക്കേണ്ട അനുകൂല രത്നം പവിഴം. ഇവർക്ക് വജ്രവും ധരിക്കാവുന്നതാണ്. എന്നാൽ പൊട്ടിയതോ ചിന്നലുള്ളതോ ആയ വജ്രം ധരിച്ചാൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, ഇടിവെട്ടേൽക്കുക മുതലായ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനാൽ ഇത്തരത്തിൽ ഏതെങ്കിലും ദോഷങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ നിങ്ങൾ വജ്രം ഊരി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ രത്നധാരണം ചെയ്യുന്നത് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പകരം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് വേണ്ടത്. ആയതിനാൽ നല്ലൊരു ജെമ്മോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ രത്നധാരണം നടത്താൻ പാടുള്ളൂ. ജനന സമയവും മറ്റും ലഭ്യമല്ലാത്തവർക്ക് പവിഴം ധരിച്ചു നോക്കാവുന്നതാണ്. ധരിച്ച ശേഷം എന്തെങ്കിലും തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടായാൽ ഉടൻ തന്നെ അത് അഴിച്ചു വെക്കേണ്ടതാണ്. ഇവരുടെ ഭാഗ്യദിനം ചൊവ്വ. മകീരം നക്ഷത്രക്കാർ ദേവഗണത്തിൽ പെടുന്നവരാണ്. ഇവരുടെ ദേവത, അതായത് നക്ഷത്ര ദേവതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് ചന്ദ്രനാണ്. ഇവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ഓം ചന്ദ്രമസേ നമ അല്ലെങ്കിൽ ഓം സോമായ നമ എന്നും ജപിക്കാവുന്നതാണ്. നിത്യവും നക്ഷത്ര ദേവതാ മന്ത്രം ചൊല്ലുന്നത് മാനസികമായ ഊർജത്തിനും സന്തോഷത്തിനും വഴിയൊരുക്കുന്നതാണ്. ഇവരുടെ മൃഗം പാമ്പ്, വൃക്ഷം കരിങ്ങാലി, പക്ഷി പുള്ള്, ഭൂതം ഭൂമി, നാഡി മദ്യം, യോനി സ്ത്രീ, ഗണം ദേവഗണം, ചിഹ്നം മാൻതല. പ്രസ്തുത ജീവികളെ ഉപദ്രവിക്കാതിരിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരുന്നതാണ്. നാമാക്ഷരമായി വരുന്നത് ആ എന്ന അക്ഷരവും മന്ത്രാക്ഷരമായി വരുന്നത് ന എന്ന അക്ഷരവുമാണ്. മകീരം നക്ഷത്രക്കാർ തങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര, അവിട്ടം എന്നിവയിലും മകീരം നക്ഷത്ര ദിവസവും ഭദ്രകാളി അല്ലെങ്കിൽ മുരുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചയും മകീരം നക്ഷത്രവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണം ചെയ്യും. ദോഷങ്ങളിൽ കൊടിയ ദോഷമായ ശിരോവേദ ദോഷം ഉള്ളതിനാൽ മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർ മകീരം നക്ഷത്രക്കാരുമായും അനുജന്മ നക്ഷത്രങ്ങളായ ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാരുമായും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്തതാണ്. അഥവാ അങ്ങനെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ നടത്തേണ്ടതുമാണ്. ഇവർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം,
ഉത്രാടത്തിന്റെ 1-ാം പാദത്തിൽ ജനിച്ചവർ തിരുവാതിര, പൂയം, മകം എന്നിവയാണ്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. മകീരം നക്ഷത്രത്തിന്റെ 1, 2 എന്നീ പാദങ്ങളിൽ ജനിച്ചവർക്ക് ഡ്രൈവിംഗ്, ഫോട്ടോഗ്രാഫി, ഇവന്റ് മാനേജ്മെന്റ്, സിനിമാ സംഘാടനം, റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം, തുകൽ, എല്ല് എന്നിവയുടെ വ്യവസായങ്ങൾ, ബേക്കറി, അമൂല്യ വസ്തുക്കളുടെ ക്രയവിക്രയം എന്നീ തൊഴിലുകളും മകീരത്തിന്റെ 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്ക് കേസന്വേഷണം, ചാരപ്പണി, കത്തിടപാടുകൾ, കമ്പ്യൂട്ടറും ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ട തൊഴിലുകളും അവയുടെ ക്രയവിക്രയവും, ബാങ്കിംഗ്, അധ്യാപനം, യൂണിഫോം ജോലികൾ എന്നീ തൊഴിലുകളും ഏറെ അഭികാമ്യമാണ്. ഇവയാണ് മകീരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം. ഗ്രഹനിലയിലെ മാറ്റം അനുസരിച്ച് ഇവരുടെ സ്വഭാവത്തിന് കൂടുതൽ മാറ്റമുണ്ടാകാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.